രൂപ. എത്ര രൂപ? 37 രൂപ. 37 രൂപയാണ് പുള്ളിയുടെ അക്കൗണ്ടിലുള്ളത്. അത് ഫോക്കസ് ആവുന്നില്ല. നിങ്ങൾ കണ്ടു കാണും. അക്കൗണ്ട് ത്രൂ ആണോ വിനോദ് ചെക്ക് ചെയ്തായിരുന്നോ? അതെ അക്കൗണ്ട് ഇപ്പോഴാണ് ആക്ടിവേറ്റ് ആക്കിയത്. എന്തുകൊണ്ടായിരുന്നു ഈ അക്കൗണ്ടിൽ ഒന്നും നോക്കായിരുന്നത്? അമൗണ്ട് ഇല്ല, കൂടുതൽ ഒന്നും ഇടാറും ഇല്ലായിരുന്നു. ഏണിങ്സ് ചെയ്യുന്നതൊക്കെ ഓട്ടത്തിന് വേണ്ടിയിട്ട് എടുത്തായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് മാസങ്ങളായി, 6 മാസത്തിന് മുകളിലായി ഒന്നും ഉപയോഗിക്കാതെ കിടക്കുകയാണ്. ബ്രദർ പറഞ്ഞ ഒരു സജഷനാണ്. ബ്രദർ ഈ ചാരിറ്റി മേഖലയില് അല്ലെ കുറെ വർഷങ്ങളായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഏതോ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവസാനം നന്മമരമാവുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ബ്രദർ പറയുന്നത് എങ്ങനെ ചെയ്യാനാണ് ബ്രദർ? അല്ല, പുള്ളിയുടെ അക്കൗണ്ടിലോട്ട് തന്നെ ഇട്ടാൽ മതി. നമുക്ക് അതിന്റെ കാര്യം നമ്മൊരു രക്ഷാധികാരിയായിട്ട് നിന്നിട്ട് ആ സാധനം അക്കൗണ്ട് മോണിറ്ററൈസേഷൻ ചെയ്തിട്ടിരിക്കും. അപ്പൊ അതിന് നമ്മളിപ്പോ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണ വേറെ ഒന്നുമില്ല. സലീൽ ഭായിനോട് പറഞ്ഞപ്പോ സലീൽ ഭായി തന്നെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന് വേണ്ട എമൗണ്ട് അക്കൗണ്ടിൽ നിന്ന് പുള്ളിക്കാരന് തന്നെ വിഡ്രോ ചെയ്യാം. അതെല്ലാം അക്കൗണ്ടബിൾ ആയിരിക്കും എന്തിന് ചെലവാക്കി എന്നുള്ളത്. കാരണം ഒരു സോഷ്യൽ മീഡിയയിലൂടെയാണ് എന്തെങ്കിലും നടക്കുന്നതെങ്കിൽ അല്ലെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. എക്സ്പെൻസ് പ്രൂഫ് മൊത്തം കാണിക്കാം. പിന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് മൊത്തം ഇവിടത്തെ എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് അത് വന്ന മാർഗം അത് ഈ വീഡിയോയിൽ തന്നെ നമ്മളത് കാണിക്കണം. ഉറപ്പായിട്ടും അത് കാണിക്കണം. കാരണം ഇത് പൈസ ഒരു ആവശ്യത്തിന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ നമ്മുടെ നാടിന് സാധിക്കാത്ത ഒരു വലിയൊരു കാര്യം ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള എന്ത് ആവശ്യങ്ങളും നിങ്ങൾക്ക് മുൻകൈ എടുത്ത് ചെയ്യാം. അതിനുവേണ്ടിയുള്ള കോച്ച്, ഫുഡ്, ട്രാവല്, ഇങ്ങനെയുള്ള കാര്യം ഇതെല്ലാം അക്കൗണ്ടബിൾ ആയിരിക്കും. എല്ലാത്തിനും കൃത്യമായി കണക്കുണ്ടാവണം, കണക്ക് എഴുതി വെക്കണം. അതങ്ങനെ തന്നെ ചെയ്യുന്നല്ലേ? അതെ കൃത്യമായിട്ട് കണക്കൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ട് എക്സസ് എന്ത് വരുന്നു നമ്മൾ അർഹതപ്പെട്ടതല്ലല്ലോ, അത് ചാരിറ്റിക്ക് എവിടെ അല്ലെങ്കിൽ ബ്രദർ പറഞ്ഞ പോലെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കാണിക്കണം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം. അല്ല, ഇവിടത്തേലും കൂടുതൽ ആവശ്യമുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അപ്പൊ അതെല്ലാം ഈ ചാനലിലൂടെ വളരെ സുതാര്യമായിട്ടായിരിക്കണം. അപ്പൊ അതിൽ ഏതെങ്കിലും തരത്തില് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല, ഞാൻ ഇതിനെ 100% അംഗീകരിക്കുന്നുണ്ട്. എന്ത് വിധമായ കണ്ടീഷനും നമ്മൾ കണ്ടീഷൻ അല്ല, ഇതൊന്നും കണ്ടീഷൻ അല്ല കേട്ടോ. എന്തെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ അന്വേഷിച്ചിട്ട് എന്നെ ആരും സഹായിക്കാതെ ഈ ഒരു വഴിയോ ഒരു കൂട്ടായ്മയാണ് എന്നെ ഇപ്പം ഈ സ്വപ്നം എന്തുകൊണ്ട് പ്രശസ്തനായില്ല എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ ലാംഗ്വേജ് തന്നെ. പുള്ളി സ്വന്തമായിട്ട് വ്ളോഗ് ഇറക്കി പ്രതിഷേധിക്കാനൊക്കെ നോക്കി. പക്ഷെ പുള്ളിയുടെ ഈ ലാംഗ്വേജ് കൊണ്ടാന്ന് തോന്നുന്നു അല്ലേ? ഒരു പുള്ളിക്ക് ചിലപ്പോ ലാംഗ്വേജ് കൊണ്ട് കൺവേ ചെയ്യാം. ഇപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് കുറേ നേരം സംസാരിച്ച് പുള്ളിയുടെ പല കാര്യങ്ങളും, പുള്ളി ഓഡിയന്റെ എല്ലാ ട്രാക്കും ഫോണിലുണ്ട്. ഇതെല്ലാം ഞാൻ ചെക്ക് ചെയ്തു. ഡെയിലി 97 കിലോമീറ്റർ, 48 കിലോമീറ്റർ, ഇങ്ങനെ കിലോമീറ്റർ കണക്കിന് കിടക്കുകയാണ്. ഇത് ഫുള്ള് പുള്ളിയുടെ വാച്ച് നേരെ ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് പുള്ളിയുടെ ഐഫോണിന്റെ ഒരു ആപ്പിലേക്കാണ്. ഇത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് പുള്ളി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏകദേശം 20,000 കിലോമീറ്ററോളം ഇപ്പൊ തന്നെ ഓടിക്കഴിഞ്ഞ ഒരാളാണിത്. 10,000 കിലോമീറ്റർ പുള്ളിയെ കാണുമ്പോ തന്നെ അറിയാം ഭയങ്കര സിൻസിയർ ആണ്. ഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് ഒരറ്റം വരെ 20,000 കിലോമീറ്റർ എന്നാണ് എന്റെ അറിവ്. അതിന്റെ പകുതിയോളം ഓടിക്കഴിഞ്ഞാൽ റെക്കോർഡ് പുള്ളിയുടെ കയ്യിലുണ്ട്. മലയാളി എല്ലാവരും പറഞ്ഞോണ്ട് നമുക്കൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത ആൾക്കാർ, ഓടാനൊക്കെ ഇതിന് മടിയുള്ള ആൾക്കാർ എന്തായാലും നമ്മൾ ഓടിക്കും. ഇതെല്ലാരും ഏറ്റെടുത്തൊന്ന് ഷെയർ ചെയ്യാം. യാഥാർത്ഥ്യമാക്കാനായിട്ട് എല്ലാവരും കൂടി ചേർന്ന് സപ്പോർട്ട് ചെയ്യുമ്പം എനിക്ക് എന്ത് വിധമായ കണക്ക് കാര്യങ്ങളും തുറന്ന പുസ്തകം കണക്ക് നിങ്ങളുടെ ഏൽപ്പിക്കും. പുള്ളിനെ കുറിച്ച് പറയുമ്പോൾ പുള്ളിനെ വെച്ചിട്ട് കുറച്ച് രാഷ്ട്രീയ പാർട്ടികള് പിരിവുകളൊക്കെ നടത്തിയായിരുന്നു. 8 മാസം അവർ സ്പോൺസർ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് 2 മാസം ഏകദേശം കുറച്ച് പച്ചക്കറി കിറ്റും പിന്നെ എന്തായിരുന്നു തന്നത്? റണ്ണിങ് ഗിയർസ്, ഷൂവും, എന്ത് വിലയൊക്കെ ഉള്ളതാ?
അതൊക്കെ 500-800 ഉള്ളിലേ ഉള്ളു. തന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ വീഡിയോ ഇട്ടു അല്ലേ? എന്റെ പേരും പറഞ്ഞു. അത് എനിക്ക് കിട്ടാതെ വന്ന് എൻ്റെ മത്സരം അടുത്തപ്പം എല്ലാവരും കൈവിട്ട് അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ എനിക്ക് പൈസ വേണ്ട, അവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇന്ന് ചെയ്യണ്ട, എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അത് വാട്സാപ്പിലിട്ട്. പിന്നെ ആരുടെ അടുത്ത് പൈസ മേടിച്ചില്ല. ഓരോരോ ഫ്രൂട്ട്സ് കട, പച്ചക്കറി കട, ബേക്കറി, ഇവരെ എല്ലാ സ്ഥലത്തുനിന്നും പോയി വെജിറ്റബിൾ ഫ്രൂട്ട്സും ബണ്ണ്, ബ്രെഡ് ഇതൊക്കെ ഫുഡ് മേടിച്ച് കഴിച്ച് അങ്ങനെയാണ് 100 ദിവസം കംപ്ലീറ്റ് ചെയ്തത്. ആരുടെ അടുത്തും ഒരു പൈസ മേടിച്ചില്ല. പിന്നെ ക്ലബ്ബുകൾ തന്നെയുണ്ടോ? ഒരു ക്ലബ്ബ് വിചാരിച്ച നടക്കുന്ന കാര്യമാണ്. പുള്ളി മുട്ടാത്ത വാതിലുകളില്ല. കേരളത്തിന്റെ ഒരു അറ്റത്തുനിന്ന് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം, കന്യാകുമാരി വരെ നടന്ന് പ്രതിഷേധിച്ചു. അത് എത്ര കിലോയുടെ ബാഗാ? 10 കിലോയുടെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വെച്ച് നടന്നു പോയി പ്രതിഷേധിച്ചു. പിന്നെ സൈക്കിളൊക്കെ പോയില്ലേ? സൈക്കിളിൽ ഇപ്പൊ എവിടം വരെ പോയിട്ടാ? അതായത് ആറ്റിങ്ങലിൽ നിന്ന് അല്ലേ? ആറ്റിങ്ങലിൽ നിന്ന് മഞ്ചേരി വരെ പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് എറണാകുളത്ത് നിന്ന് എനിക്ക് കളഞ്ഞു കിട്ടിയ ഒരു തങ്കാണ് ഈ സാധനം. ഇതിനെ നമ്മളല്ലാതെ വേറെ ആരാ നോക്കുന്നേ? പ്രമുഖന്മാരും നോക്കില്ല, രാഷ്ട്രീയക്കാരും നോക്കില്ല, ഇത് രാജ്യത്തിന്റെ മുതലും അല്ല. പിന്നെ ഇത് ആരാ നോക്കുന്നേ? അപ്പം അങ്ങനെയുള്ള സമയത്ത് ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലാണ്, സാധാരണക്കാരനൊന്നും പറയാൻ പറ്റില്ല, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഒരാൾ കല്യാണം കഴിക്കാത്ത കാരണം പുള്ളി പിടിച്ചിരിക്കണം. അല്ലെങ്കിൽ ഈ സ്വപ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. കാര്യം ബാധ്യതപ്പെട്ട് പുള്ളി പണിക്ക് പോയേനെ അല്ലേ? അതിനുവേണ്ടി പുള്ളി കല്യാണം പോലും കഴിച്ചിട്ടില്ല. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഏകദേശം കുറേ റെക്കോർഡില്ല, റെക്കോർഡിക്കലി മാത്രം പുള്ളിക്കാരൻ്റെ GPS ട്രാക്കിങ്ങിൽ മാത്രം റെക്കോർഡിക്കലി പുള്ളി ഓടിയേക്കുന്നത് 20,000 കിലോമീറ്ററാണ്. 100 ദിവസം മത്സരത്തിൻ്റെത് വാക്കിങ്ങിലാണ് ഇട്ടിരിക്കുന്നത്. എന്തിനു വെച്ചാൽ എൻ്റെ ഡെയിലി 100 കിലോമീറ്റർ ചെയ്യുമ്പം ഇത് ഗിൽറ്റി ആയിട്ടുള്ളവരൊക്കെ എൻ്റെ ഇത് ആക്ടിവിറ്റി ഫ്ലാഗ് അടിക്കുന്നത്. അവർക്ക് എൻ്റെ സ്വപ്നം എന്തെന്ന് മനസ്സിലാവാതെ അവരെ കടത്തി വെച്ചിട്ട് ഞാൻ ഒന്നാമതായിട്ട് വരുന്നത് കൊണ്ട് എൻ്റെ ആക്ടിവിറ്റി ഫ്ലാഗ് അടിച്ച്, അതുകൊണ്ട് ഞാൻ റണ്ണിങ്ങിൻ്റെ മോഡ് ഇട്ടിട്ട് വാക്കിംഗ് മോഡ് ഇട്ട്. അപ്പോൾ അത് ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരൂല, പക്ഷേ 10,000 കടന്ന് അത് റണ്ണിങ് മോഡിൽ 10,000 ഇപ്പോൾ ഉണ്ട്. റണ്ണിങ് മോഡിൽ 10,000 ഇതും കൂടി ചേരുമ്പോൾ 20,000. അതും ഇതും കൂടി ചേരുമ്പോൾ 20,000 എന്നാ പറയുന്നത്. അപ്പൊ അത്രയും പുള്ളി ട്രാക്ഡ് ആണ്. ഇനി അൺട്രാക്ഡ് ആയിട്ട് ഇപ്പൊ നിങ്ങൾ ഓടി ഈ 5 കൊല്ലം കൊണ്ട് ഓടിയത് എത്ര കിലോമീറ്റർ ആണെന്ന് ഒരു ഏകദേശം? 5 വർഷത്തിൽ ഏകദേശം കുറച്ച് വർഷം മാത്രമേ എൻ്റെ മൊബൈൽ ആക്ടിവേറ്റ് അല്ല, റെക്കോർഡ് ഇല്ലാതാ. പക്ഷെ അതിന് മുമ്പേ ഒരുപാട് വർഷം ഓടുന്നു, മൊബൈലൊന്നും ഇല്ലാതെ തന്നെ ഓടിക്കൊണ്ടിരുന്നായിരുന്നേ. പണ്ട് ഞാൻ 25 കിലോമീറ്റർ 15 കിലോമീറ്റർ ഒക്കെ ഓടിയുള്ളൂ. ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടാണ് 40 കിലോമീറ്റർ 50 പയ്യെ ഗ്രാജുവലി കയറ്റിക്കൊണ്ടുവന്നു. തുടക്കത്തിൽ ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഒക്കെ ചെയ്തു. പയ്യെ 1.5 വർഷം 2 വർഷം എടുത്ത് എനിക്ക് 25 കിടക്കാൻ തന്നെ, ഡെയിലി 25 കിടക്കാൻ തന്നെ. പിന്നെ അങ്ങനെ മണിക്കൂറുകൾ ത്യാഗം ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു ദിവസം ഏറ്റവും കൂടുതൽ എത്ര മണിക്കൂർ വരെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്? 18 മണിക്കൂർ ഒരു ദിവസം. 24 മണിക്കൂർ. പുള്ളിക്കാരന് ദൈവം എന്തെങ്കിലും എക്സ്ട്രാ അവേഴ്സ് കൊടുക്കണം, എന്തെങ്കിലും സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥിച്ച് നേടിക്കൊടുക്കായിരുന്നു അല്ലേ? ഒരു ദിവസം 18 മണിക്കൂർ ഓടി. ഇടയ്ക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാനും പ്രാഥമിക കൈകാലൊക്കെ കഴുകി കൂളിംഗ് ചെയ്തിട്ട് ബാക്കി കുറച്ച് നടക്കും, ഓടും, അങ്ങനെ കവർ ചെയ്യും. 100-115 കിലോമീറ്റർ ഒക്കെ കവർ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം. അത് അതിന്റെ പിറ്റേ ദിവസം വീണ്ടും ഒരു 100-105 അങ്ങനെ 100ന്റെ മുകളിൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതിന്റെ വലിപ്പം മനസ്സിലാണെങ്കിൽ നിങ്ങൾ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് വീട്ടിൽ വാതിക്കെ തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് റോട്ടിൽ കൂടി ഒരു 500 മീറ്റർ ഒക്കെ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വലിപ്പം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ ഇരുന്ന് സോഫയിലിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡിക്കലായിട്ടുള്ള കിലോമീറ്റേഴ്സ് ആണ് ഈ കിടക്കുന്നത്. എത്ര ദിവസം കൊണ്ട്? അത് ഈ ആപ്പിള് മാത്രം കാണിക്കുന്നത്. ഇത് വേറെ. അപ്പൊ ആപ്പില്ലാതെ കുറെ കാലം ഓടിയിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ബ്രദറെ, ഒരു 50,000 രൂപ വന്നു കഴിഞ്ഞാൽ നാളെ തൊട്ട് 5 കിലോമീറ്റർ ഡെയിലി ഓടാം. എന്റെ മുന്നേ എനിക്ക് കാശ് വേണ്ട. ഞാനിവിടെ 200 കിലോമീറ്റർ മോട്ടോർ ഓഫ് ചെയ്യാൻ പോണത് വണ്ടിക്കാണ്. 200 മീറ്റർ മോട്ടോർ ഓഫ് ചെയ്യാൻ പോണതേ ബൈക്ക് കൊണ്ടാ പോണത്. ഇതില് ഞങ്ങള് രസകരമായ ഒരു തമാശ പറഞ്ഞായിരുന്നു. പഴയ കാലത്ത് അഞ്ചൽപ്പെട്ടി പുനഃസ്ഥാപിക്കാന്ന്.
അതെ. അതായത് ലൈവ് കൊറിയർ. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ പുള്ളിയുടെ കയ്യിൽ കൊടുത്താൽ മതി. പുള്ളി ഡെയിലി 100 കിലോമീറ്റർ ഓടുന്ന ആളാണ്. അത്യാവശ്യം നമുക്ക് വല്ല ഇവിടെ എറണാകുളത്ത് നിന്ന് വേണമെങ്കിൽ ആലപ്പുഴയിലോ കൊല്ലം വരെയൊക്കെ പുള്ളിയുടെ അടുത്ത് ലെറ്റർ കൊടുത്തു വിടിയാണെങ്കിൽ പുള്ളി ഓടി അവിടെ കൊണ്ടുപോയി കൊടുക്കും. അതിന് കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. അപ്പൊ ലുക്കും അപ്പിയറൻസും കാരണം ഒരുപാട് തഴയപ്പെട്ട വ്യക്തിയാണ്. ഇതിപ്പോ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ വളരെ സുതാര്യമായിട്ട് ബ്രദർ പറഞ്ഞ ഒരു കാര്യമാണ്. ഇതിൻ്റെ അകത്ത് ഇടയിൽ കയറണ്ട നമുക്ക് ആർക്കും. പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നത്. ആ അക്കൗണ്ടിലേക്ക് തന്നെ ഇപ്പൊ നിലവിലും എത്ര രൂപയുണ്ട് ബ്രോ? 37 രൂപയേ ഉള്ളൂ. 37 രൂപയും വെച്ചിട്ട് പുള്ളിക്കാരന് 3 ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് ആണ് നടത്തേണ്ടത്. അതിൽ ആദ്യത്തെ അറ്റംപ്റ്റിനാണ് നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതിന് ഏകദേശം ഒരു 2 രൂപയുടെ താഴെയാണ് ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 രൂപയൊന്നും വരില്ല, അതിലൊക്കെ ഒത്തിരി താഴെ ചിലവ് വരുള്ളൂ. പുള്ളി പറയുന്ന രീതി വെച്ച് നോക്കുവാണെങ്കിൽ 10-30,000 രൂപ 40,000 രൂപയ്ക്ക് നടക്കും. അവല് നനച്ച് കഴിച്ചോളാം എന്നൊക്കെ പറയുന്ന അങ്ങനെയൊന്നും അല്ല ഓടേണ്ടത്. ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡാണ്. അത് അന്തസ്സായിട്ട് നല്ല രീതിയിൽ തന്നെ തണുപ്പടിക്കാതെ നല്ല ആറ്റിറ്റ്യൂഡിൽ നല്ല രീതിയിൽ ഓടാൻ പറ്റുന്ന രീതിയിൽ ഉള്ള സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ചെയ്തൊരു കുറ്റം മാത്രം നമ്മുടെ നാട്ടിൽ ജനിച്ചു പോയെന്ന് മാത്രമേ ഉള്ളൂ. അതെ, ഫോറിനിലൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും. അല്ല, ഒരുപാട് രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത രാജ്യങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു സ്പോർട്സിനെ ഇത്രയും അല്ലേ ചെറുതായിട്ട് ഇത് സ്പോർട്സ് പ്രേമികൾ ഒരുപാട് പേരില്ലേ. നിങ്ങളുടെ കഴിവ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ധനസമാഹരണം അല്ല, വേറെ ഒരുപാട് സപ്പോർട്ട് വേണം. പുള്ളിക്ക് കോച്ച് വേണം, ഡയറ്റീഷ്യൻ വേണം, ഡോക്ടേഴ്സ് വേണം, ഒരുപാട് കാര്യങ്ങൾ വേണം. പുള്ളി സ്കൂൾ തലം തൊട്ട് കോളേജ് തലം തൊട്ടൊന്നും ഓടി തുടങ്ങിയ ആളല്ല. അതുകൊണ്ടാണ് ഈ ശ്രദ്ധിക്കപ്പെടാണ്ട് പോയേക്കുന്നത്. സ്കൂളിൽ ഓടില്ലായിരുന്നോ? സ്കൂളിലുണ്ടായിരുന്നു, ഡിസ്ട്രിക്ട് ലെവലുണ്ടായിരുന്നു തമിഴ്നാട്ടില്. പിന്നെ ജോലിക്കൊക്കെ പോയപ്പം പിന്നെ കൈവിട്ട്, പിന്നെ നാട്ടിൽ മതിയാക്കിയിട്ടൊക്കെ വന്നപ്പം പിന്നെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു, ഡാറ്റ എൻട്രി. അങ്ങനെയാണ് എൻ്റെ വീണ്ടും വ്യായാമം തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത്. സലീലിന്റെ ആദ്യത്തെ ചുവടുപടിയായിട്ട് ബ്രദറിന്റെ പോക്കറ്റിൽ നിന്ന് കേട്ടോ തരുന്നത്. ബ്രദർ പറഞ്ഞു ഒരു 1000 രൂപീസ് തന്നോളാന്ന് പറഞ്ഞു. അത് ഇതൊക്കെ കാണിക്കുന്നത് ക്ലീശയായിട്ട് നിങ്ങൾ ആരും കാണരുത്. പുള്ളി അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട് കാണിക്കുന്നതല്ല. പക്ഷേ അക്കൗണ്ട് ചാലുവാണെന്ന് ചെക്ക് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്. ആ നമ്പർ എന്ന് പറയുമോ? 88 48 48 91 91 44 44 93. 93. ഗൂഗിൾ പേ അല്ലേ? അത് തന്നെ. ഓഫാക്കി വെച്ചു. ഇതല്ലേ? അതന്നെയല്ലേ? എന്തായിരുന്നു പേര്? DBR ഡ്രീം ബിഗ് റണ്ണറിന് ഷോർട്ട് ഫോം. ഡ്രീം ബിഗ് റണ്ണർ 1001 നടക്കട്ടെ. ഐശ്വര്യ കിട്ടുന്നു. ആ ഞാനായിട്ട് കുറക്കണ്ടല്ലോ. അപ്പൊ ബ്രദറിന്റെ ഫസ്റ്റ് 1001 രൂപ ബ്രദർ സ്പോൺസർ ചെയ്തു കൊത്തളങ്കോട പേരില്. ഇത് ഞാനും ഇട്ടേക്കാം. ഞാൻ അക്കൗണ്ട് ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടി 1 രൂപ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1000 കൂടി അങ്ങോട്ട് ഇടുന്നു. ഐശ്വര്യ ആയിക്കോട്ടെ. യെസ്. എടാ വിനോദേ, നിനക്ക് ഇത്രയും വലിയ മനസ്സുണ്ടായിരുന്നല്ലേ? രോമാഞ്ചം. അപ്പൊ ബ്രോ ഇപ്പൊ തന്നെ എല്ലാ കാര്യം ഇത് അക്കൗണ്ട് സമാഹരണമായിട്ട് നിങ്ങൾ കാണണ്ട. നിങ്ങൾക്ക് ഇനി വേണ്ട സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോച്ച് വേണം, ഡയറ്റീഷ്യൻ വേണം, ഡോക്ടർ സപ്പോർട്ട് വേണം. പിന്നെ പല്ലിനൊരു ചെറിയൊരു ക്യാവിറ്റി ഉണ്ട്, അതിന് പോതടക്കാനായിട്ട് ഞാനൊരു 500 രൂപ ഇതിൽ നിന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചായിരുന്നോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഒരുപാട് കാലമായി ഇപ്പം വേദന ഉണ്ട്. അപ്പം മത്സര സമയം എനിക്ക് സമയം കിട്ടൂല. 1 വർഷം വേറെ ഗ്യാപ്പൊന്നും എനിക്കില്ല. അപ്പം ഒന്ന് അല്ല, ഞങ്ങളാരെങ്കിലും ഇതിൻ്റെ അകത്ത് നിന്ന് പല്ലിന്റെ പോതടക്കാൻ 500 രൂപ എടുക്കണ്ട എന്ന് പറയുന്ന ആൾക്കാരായിട്ട് ഞങ്ങളെ കണ്ടപ്പോ തോന്നിയോ? ഇല്ല, ചെലവ് പറയാനായിട്ട്. ഇത് മത്സരത്തിന്റെ ഭാഗമല്ലേ പല്ലിന്റെ പോതടക്കല്? അല്ല, പല്ലുവേദനയും വെച്ചോണ്ട് ഓടാനായിരുന്നോ പ്ലാൻ? ഇല്ല, എന്നാലും എല്ലാരും സഹായിക്കുന്ന തുകയല്ലേ, അപ്പൊ ഒന്ന് ചോദിച്ചിട്ട് ചെയ്യണമെന്ന്.
ഇത്ര ജെന്യൂൻ ആയിട്ടുള്ള ഒരാളാണ് പുള്ളി. ഭയങ്കര നിഷ്കളങ്കരാണ്. പുള്ളീനെ നമ്മളെല്ലാരും സപ്പോർട്ട്. ആ ഡയലോഗ് കേട്ടപ്പോ എന്താ തോന്നിയേ? ഇത്രയും പാവത്തിന് ഞാൻ കണ്ടിട്ടില്ല പുള്ളിക്കാരെ. അപ്പൊ വീഡിയോ പറഞ്ഞ് കാട് കയറി പോകുന്നില്ല. ഇത് എല്ലാം നമ്മുടെ ഇപ്പൊ ചാനലിന് എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഇങ്ങനെ ഒരു കണ്ടന്റ് കിട്ടിയത് അത് മഹാഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണോ. ഞാൻ തേടി കിടന്ന് കണ്ടന്റ് എടുക്കുന്ന ഒരാളൊന്നും അല്ല. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ആരും ചെയ്യാത്തപ്പോഴത്തേക്കും ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിന് വേറെ മഹത്വൽക്കരിച്ച് കാണിക്കാനോ ഒന്നിനും അല്ല. ആരെങ്കിലും ചെയ്യണ്ടേ? ഈ ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ പോലെ അതൊക്കെ ഒരു സമാധാനത്തിന് പറയാം. പക്ഷെ ആരും ഇല്ലാത്തവർക്ക് ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ മനുഷ്യർ തന്നെ വേണം. അത് ദൈവരൂപേണ നമ്മൾ ആരെങ്കിലുമൊക്കെ അവതരിക്കണം. അപ്പോൾ അതിന് എല്ലാവരും കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. 3 ഗിന്നസ് നമ്മളെല്ലാവരും ചേർന്ന് നേടിയെടുക്കാം. അതിൽ ആദ്യ ഗിന്നസ് കിട്ടുമ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വരുമെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? ആദ്യത്തെ അത് ഏറ്റവും ചിലവ് കുറഞ്ഞ ഗിന്നസും ആദ്യത്തെയാണ് ഒക്ടോബർ 2-ന്, അതായത് മഹാത്മാഗാന്ധിയുടെ ജയന്തിയുടെ അന്ന് ഉള്ള അറ്റംപ്റ്റ് ആണ്. ആ അറ്റംപ്റ്റിന് വരെ നമുക്ക് കൂടെ നിൽക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. പുള്ളീനെ പട്ടി ഓടിച്ചിടുന്ന കാരണം പുള്ളി ആറ്റിങ്ങലിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അവിടെ പോയി കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് എങ്ങനെയാ എനിക്ക് വീഡിയോ ഫയൽ അയച്ചു തരാമെന്ന് പറഞ്ഞത്? ഓക്കെ, അപ്പോൾ അത് അയച്ചു തരാം. ഇത് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എക്സ്ക്ലൂസീവായിട്ട് പുള്ളിക്കാരൻ്റെ ഓട്ടം നേടിയെടുക്കുന്നുള്ള കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ട്? സിമ്പിളായിട്ട് നടന്ന് തന്നെ 60 കിലോമീറ്റർ കടക്കാൻ പറ്റുന്ന എനിക്ക് ഓടുമ്പോൾ ഉറപ്പായിട്ട് 100 കിലോമീറ്റർ കടക്കാൻ പറ്റും. ആത്മധൈര്യമുണ്ട്. ആ ആത്മധൈര്യത്തില് നമ്മുടെ എല്ലാവരും സഹായിച്ചപ്പം തന്നെ എനിക്ക് ബാക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് വന്നപ്പം തന്നെ എൻ്റെ 50% ഭാരം കുറഞ്ഞ് വളരെ സിമ്പിളായിട്ട് ഞാൻ ഗിന്നസ് നേടും. അപ്പൊ 3 ഗിന്നസുമായിട്ട് ഈ ചെറുപ്പക്കാരൻ ഇനിയുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ ബ്രദർ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ബ്രദർ അതിന്റെ ഇടയ്ക്ക് ഒരു കണ്ണാടി എടുത്തുകൊണ്ട് വന്നായിരുന്നു. അതൊക്കെ ഷൂട്ട് ചെയ്ത് കാണിക്കേണ്ട ഒരു സാധനമായിരുന്നു. ഈ കണ്ണാടി ഓടുമ്പോ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ബ്രദറിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കണ്ണാടി. പക്ഷെ അതൊരു സ്പോർട്സ് ഗ്ലാസ് അല്ലല്ലേ? റണ്ണിങ്ങിന് പറ്റില്ല. അത് കാരണം പുള്ളിക്കാരൻ അത് നിരാകരിച്ചു. കാരണം മിസ്യൂസ് ചെയ്യാൻ പുള്ളിക്ക് താല്പര്യമില്ല. പിന്നെ വിനോദ് താങ്ക്സ്. അപ്പൊ ഇപ്പൊ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്? നോക്കണ്ട, നോക്കാതെ പറയാവുന്ന എമൗണ്ട് 2038 രൂപയുണ്ട്. 2038 രൂപ ഇപ്പൊ അക്കൗണ്ടിലുണ്ട്. അപ്പൊ കാശ് മാത്രമല്ല, നിങ്ങൾക്ക് ടിക്കറ്റ് സ്പോൺസർ ചെയ്യാം. അതേപോലെ ഡയറ്റീഷ്യൻ, കോച്ച്, ഇങ്ങനെ ഏതൊക്കെ മേഖലയിൽ വേണം എന്നുള്ളത് നമ്മളിൽ പലരും അതെ 2038 രൂപ ഇപ്പൊ അക്കൗണ്ടിൽ വന്നു. അപ്പോൾ ഡോക്ടർമാരുടെ, ഡയറ്റീഷ്യന്മാർ അങ്ങനെയുള്ളവർക്ക് ഇത് ചെയ്യാം. ഫുഡ് സ്പോൺസർ ചെയ്യാം, സപ്ലിമെൻ്ററികൾ സ്പോൺസർ ചെയ്യാം, ഗ്ലാസ് സ്പോൺസർ ചെയ്യാം. പക്ഷേ ഇതൊന്നും അറിയാതെ നിങ്ങൾ എന്തെങ്കിലും മേടിച്ചു കൊടുക്കരുത്. പുള്ളിയുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ബന്ധപ്പെടാം. എന്നിട്ട് പുള്ളിക്ക് ഉപകാരപ്പെടുന്ന സാധനം മാത്രമേ നിങ്ങൾ സ്പോൺസർ ചെയ്യാവുള്ളൂ. അല്ലാതെ വെറുതെ എൻ്റെ കയ്യിൽ ഇതിരിപ്പുണ്ട് അതിരിപ്പുണ്ട്. കാരണം പുള്ളി ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾക്കും ഓരോ സ്പെക്ക് ഉണ്ട്. പുള്ളിയുടെ ഷൂസിന് വരെ, ഷൂസിൻ്റെ അളവ് എത്ര? 10 സൈസ് 10 ആണ്. പക്ഷെ അതും എല്ലാ ഷൂസും പാകാവണമെന്നുണ്ടോ? നിങ്ങൾക്ക് സ്പെസിഫൈഡ് ഏതെങ്കിലും ഷൂസിന്റെ ബ്രാൻഡോ എന്തെങ്കിലുമൊക്കെ അറിയാവോ? അഡിഡാസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അഡിഡാസിന്റെ ഏറ്റവും ബേസ് മോഡൽ റണ്ണിങ് ഷൂ. ഇത് 1600 തന്നെ ഓഫറൊക്കെ പോയതിനു ശേഷം 1600 രൂപ ഓഫർ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഈ ഷൂസ് ആണ്. ബേസിക് അഡിഡാസ് സൈറ്റിൽ ഏറ്റവും ബേസിക് ആണ്. അഡിഡാസ് സൈറ്റിൽ കിട്ടുന്ന ഏറ്റവും ബേസിക് ഷൂ ആണ് ഇപ്പൊ പുള്ളി യൂസ് ചെയ്യുന്നത്. ഇതിട്ടാണ് പുള്ളി ഓടുന്നത്. ഇത് എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും? ഇതിട്ട ഒരു 600-800 കിലോമീറ്റർ പറ്റും. 600-800 കിലോമീറ്ററിൽ ഷൂസ് തേഞ്ഞു പോകും. മറ്റേ ഇതിനെക്കാട്ടും കുറച്ച് ഹൈ ക്വാളിറ്റി ആകുമ്പോൾ ഒരു 1000-1500 വരെ ഒരു കംഫർട്ടായിട്ട് ഓടാം. പക്ഷെ ഒരു 5000-10000 കിലോമീറ്റർ ഒക്കെ താങ്ങുന്ന ഷൂ ഒക്കെയാണ് മറ്റേതൊക്കെ. ഏറ്റവും നല്ല ഷൂസിനൊക്കെ എന്ത് വില വരും? ഒരു 3500-5000 രൂപക്ക്. അതിലും വലുതൊന്നും അറിയില്ല. അൾട്രാ ബൂസ്റ്റൊക്കെ 25000 രൂപക്ക് ഉണ്ട്. പക്ഷേ എനിക്ക് അത് വേണ്ട. എനിക്ക് ഇത് എത്ര രൂപയുടെ ഷൂസ് ആണ് നിങ്ങൾ കംഫർട്ടബിൾ ഉപയോഗിച്ചത്? ഒരു 3500 മതി. അത് ധാരാളമാണ്. എന്താ വെച്ചാൽ 10 ദിവസം കൊണ്ട് 1000 കിലോമീറ്റർ കഴിയുന്നു. പിന്നെ നമുക്ക് കൂടുതൽ എക്സ്പെൻസ് ഷൂ മേടിച്ചിട്ട് ഉപയോഗമില്ല.
10 ദിവസം കൂടുമ്പോൾ ഓരോരോ പേര് മാറിക്കൊണ്ടേയിരിക്കും. അപ്പം അതിന് കുറഞ്ഞത് മതി. അപ്പൊ കുറഞ്ഞ ഷൂസ് മതി എന്ന് പറഞ്ഞു. പുള്ളിക്കാരന് എന്തായാലും പുള്ളി ഡിമാൻഡ് ചെയ്യണതിനേക്കാളും വലിയൊരു സാധനം കൊടുക്കണം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഒരുപാട് സാധനങ്ങളുണ്ട്. പുള്ളി ഉപയോഗിക്കുന്ന മാസ്കിന്റെ വില എത്ര? 15. മറ്റേ ആൾട്ടിറ്റ്യൂഡ് മാസ്കിൻ്റെത് ഒരു 7,000 രൂപ മാസ്ക് വരും. അപ്പൊ അങ്ങനെ കുറെ കാര്യമുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. അറിയാവുന്നവര് പുള്ളിയെ കോണ്ടാക്ട് ചെയ്യുക, സപ്പോർട്ട് കൊടുക്കുക, ട്രെയിൻ ടിക്കറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കാം. പുള്ളിയുടെ കൂടെ വെഹിക്കിൾ സപ്പോർട്ട് വേണം, കാരണം ഇത് ഫുൾ ഷൂട്ട് ചെയ്യണം. പിന്നെ ഏതെങ്കിലും ടെക്നീഷ്യന്മാരുണ്ടെങ്കിൽ, ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ ഏതെങ്കിലും ടെക്നീഷ്യന്മാരുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാവുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഈ ചാനലിലൂടെ കാണിക്കുന്നതാണ്. കാര്യം ഇതിന് തുടക്കം ഇട്ടത് ഇവിടെയാണെങ്കിൽ ഒടുക്കം വരെ നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു ധർമ്മമായിട്ട് ഞാൻ കരുതുകയാണ്. അപ്പോൾ എല്ലാവരോടും ബൈ. ഈ തവണ എൻ്റെ മുഖം കാണിക്കുള്ള ഇറ്റ്സ് മീ നിസാം സൈനിങ് ഓഫ് വിത്ത് ലോട്ട് ഓഫ് താങ്ക്സ് വിത്ത് നമ്മുടെ ബ്രദർ വിനോദ് ആൻഡ് ദ ഹീറോ.